ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ പാൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രോച്ച് ലെങ്ത്തിൻ്റെയും അത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ എത്രയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സീറ്റ് എന്ന് പറയാം, ഹിപ്പ് എന്ന് പറയും, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 38 ഇഞ്ചാണ് ഞാനിവിടെ ഹിപ്പ് സൈസ് എടുത്തേക്കുന്നത്, മനസ്സിലായി. ഇപ്പോൾ നിങ്ങളുടെ ഹിപ്പ് സൈസ് എത്രയാണോ അത് വെച്ചിട്ട് വേണം നിങ്ങൾ മെഷർ ചെയ്യാനായിട്ട്, അല്ലാതെ ഇത് വെച്ച് നിങ്ങൾ ഒരിക്കലും മെഷർ ചെയ്യരുത്. ഓക്കെ. അപ്പോൾ രണ്ട് മെത്തേഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ പാൻറ്റിൽ നിന്ന് എങ്ങനെയാണ് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എന്നും കൂടി ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ വീഡിയോ ചെയ്തതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അങ്ങനെ കട്ടിങ് വീഡിയോയിൽ, സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് അതന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഹിപ്പ് സൈസ് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ ആ 38 ഇഞ്ചിൻ്റെ കൂടെ 10 ഇഞ്ച് ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് 48 ഇഞ്ചാണ്, മനസ്സിലായി. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഈ 48 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് 12 ഇഞ്ചാണ്. ഈ 12 ഇഞ്ചാണ് എൻ്റെ ക്രോച്ച് ലെങ്ത്ത്. അപ്പോൾ ആ ക്രോച്ച് ലെങ്ത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യാം? അതായത് ഈ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇലാസ്റ്റിക് ഇടാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു റിബൺ ഇട്ട് നമ്മൾ കിട്ടുമല്ലോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ റിബൺ ഇടാൻ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഇടാൻ. അപ്പോൾ നമ്മൾ ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് എൻ്റെ ക്രോച്ച് ലെങ്ത്ത് എനിക്ക് കിട്ടിയേക്കുന്നത് 12 ഇഞ്ചാണ്. ഈ 12 ഇഞ്ചാണ് ഇവിടെ നിന്ന് ഇവിടേക്ക് അടയാളപ്പെടുത്തേണ്ടത്, മനസ്സിലായോ? ഈ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് അടയാളപ്പെടുത്തേണ്ടത് 3 ഇഞ്ചാണ്. എത്ര? 3 ഇഞ്ച്. ഞാൻ വീഡിയോയിൽ 3.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് തയ്ച്ച് പോകുമ്പോൾ നമുക്കതിൽ കുറേ, അപ്പം 3 നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 3 ഇഞ്ച് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ. ഈ 3 ഇഞ്ച് ഉള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ഈ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 3 ഇഞ്ച് നമ്മൾ എടുക്കുക. ഓക്കെ. 3 ഇഞ്ചാണ് നമ്മൾ ഇവിടെ ഈ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 3 ഇഞ്ച് എടുക്കുക. ഓക്കെ. എന്നിട്ട് വേണം നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹിപ്പ് സൈസ് എത്രയാണ്? 38 ഇഞ്ച്. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 12.66 എക്സെട്ര ഇങ്ങനെ പോകും, മനസ്സിലായോ? അപ്പോൾ നമ്മളെങ്ങനെ എടുക്കുക? ഇതാണ് എൻ്റെ ഈ 38 ഡിവൈഡഡ് ബൈ 3. ഇതിൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇതാണ് ആൻസർ. ഇതാണ് എൻ്റെ ക്രോച്ച് ലെങ്ത്ത്, മനസ്സിലായോ? അപ്പോൾ ആ ക്രോച്ച് ലെങ്ത്ത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് എൻ്റെ ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ മെഷർമെൻറ്റ് വരുമ്പോൾ 0.66 അങ്ങനെ വരുമ്പോൾ നമ്മളിന്ന് 12.7 എടുക്കാം. ഓക്കെ. അപ്പോൾ 12.7 ഇഞ്ച് ഞാൻ ഇവിടെ നിന്ന് ഇവിടേക്ക് എൻ്റെ ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി. അതിനുശേഷം ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് 2.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുത്തത്, മനസ്സിലായി. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഷേപ്പ് ചെയ്യാൻ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ഓക്കെ. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 3 ഇഞ്ച് എടുക്കുക. ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2.5 ഇഞ്ച് എടുക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇങ്ങനെ ചെയ്യാൻ അറിയുന്നില്ല, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പാൻറ് എടുക്കാം. നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാൻറ് എടുക്കാം. പാൻറ് എടുത്തു. ഓക്കെ. ആ പാൻറ്റിൽ നിന്ന് മേലെ നിന്ന് തന്നെ നമ്മൾ മെഷർ ചെയ്യണം കേട്ടോ. ഇവിടെ അങ്ങനെ എടുക്കരുത് ഒരിക്കലും. ഓക്കെ. നമ്മൾ ഇവിടെ നിന്ന് മേലെ നിന്ന് വേണം ഈ ഭാഗം ഇല്ലേ, ഈ ഭാഗം, ഈ പോയിന്റിലേക്ക് ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഈ പോയിന്റിലേക്ക്, ഓക്കെ, ഈ മേലെ നിന്ന് ഏറ്റവും മേലെ നിന്ന് ഈ പോയിന്റിലേക്ക് എത്രയാണോ, മനസ്സിലായി? ഇതാണ് എൻ്റെ പാൻറ്റ് വരുന്നത്, മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്രയാണോ നമ്മളുടെ ടേപ്പിൽ കിട്ടുന്നത് അതാണ് ക്രോച്ച് ലെങ്ത്ത് കൊടുക്കുക. ഓക്കെ. ഇവിടെ 12.66 അങ്ങനെയാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്കത് 13 ഇഞ്ച് എടുക്കാം. ഓക്കെ. നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് 13 ഇഞ്ച് എടുത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, മനസ്സിലായോ? അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.